എസ് ഞാൻ അസിത നേരത്തെ പറഞ്ഞു DMK മുന്നണിയിൽ നിന്ന് വിട്ട് ഇപ്പോൾ TVKയ്ക്കൊപ്പം ചേരുന്ന കോൺഗ്രസ് കാണിച്ച രാഷ്ട്രീയ വഞ്ചനയെക്കുറിച്ച്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ DMK വിളിച്ചു ചേർത്ത പല രാഷ്ട്രീയ യോഗങ്ങളിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം SKN 1960-കൾക്ക് ശേഷം തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിലോ ഭരണത്തിൻ്റെയോ ഭാഗമാകാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു അവസരവും ലഭിച്ചിരുന്നില്ല. മാത്രമല്ല, DMK മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണം എന്നത് കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും ആവശ്യമായിരുന്നു. അതൊന്നും DMK ചെവിക്കൊണ്ടിരുന്നില്ല. കോൺഗ്രസിനെ ഒരു അടിമ കക്ഷിയെ പോലെയാണ് തമിഴ്നാട്ടിൽ DMK പരിഗണിച്ചിരുന്നത്. അതിനുള്ള വലിയ അതൃപ്തിയൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ആ സത്യപ്രതിജ്ഞാ വേദിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദൃശ്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വിജയ് ബ്രദർ എന്ന് വിളിച്ചു. അപ്പോൾ അണ്ണൻ തമ്പി എന്ന് പറഞ്ഞാണ് അതിപ്പോൾ തമിഴ്നാട്ടിൽ വലിയ ചർച്ചയാകുന്നത്. അതിന് പിന്നിൽ ഒരു ചരിത്രം കൂടിയുണ്ട്, ഒരു കഥ കൂടിയുണ്ട്. 2009 വിജയും വിജയുടെ അന്നത്തെ ആരാധക സംഘടനയും തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ഭാഗമാകാൻ വേണ്ടി ആലോചിച്ചിരുന്നു. കോൺഗ്രസിൽ ചേരാനുള്ള താല്പര്യം വിജയ്ക്കുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വിജയെ കൊണ്ടുവരാൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിച്ചിരുന്നതാണ്. പിന്നീട് അവസാന നിമിഷം വിജയ് മനസ്സ് മാറുകയായിരുന്നു. ഇന്നിപ്പോൾ TVK അധികാരത്തിൽ വരുന്നു. ആ മന്ത്രിസഭയിൽ അംഗമാകാൻ കോൺഗ്രസിന്റെ ആളുകളുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് തമിഴ് രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാനുള്ള ഏറ്റവും മികച്ച അവസരമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും അതാത് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് സാധ്യതകളുടെ ഒരു കലയാണ്. അപ്പോൾ തിരിച്ചു വരവിനുള്ള ഏറ്റവും മികച്ച സാഹചര്യത്തെയും സാധ്യതയും പ്രയോജനപ്പെടുത്തുന്നു കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ വിജയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള രാഷ്ട്രീയ സൗഹൃദം, ആ പൊളിറ്റിക്കൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഒരു സൂചനയും വലിയ സന്ദേശവും നൽകുന്നുണ്ട്. അതുകൊണ്ട് TVKയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ രാഹുൽ ഗാന്ധിയുടെ കണക്കുകൂട്ടൽ കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.